മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ KST പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, മുഖ്യമന്ത്രിയുടെ പരിപാടികൾ എന്തൊക്കെയായിരുന്നു? എവിടെ വെച്ചായിരുന്നു കരിങ്കൊടി പ്രതിഷേധം? എന്തായിരുന്നു മുദ്രാവാക്യം? പ്രതിഷേധിച്ച KST പ്രവർത്തകനെ കസ്റ്റഡിയിൽ എടുക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടുകയായിരുന്നു. വിവരങ്ങളുമായി രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് അടുത്തുവരെ എത്തിയോ പ്രവർത്തകർ? എവിടെ വെച്ചാണ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നത്? എന്തായിരുന്നു പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയത്? മുഖ്യമന്ത്രിക്കെതിരെ തെരുവിലും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ. അതായത് മലബാറിലെ സീറ്റ് പ്രതിസന്ധി വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചിട്ടുള്ളത്. അദ്ദേഹം കോഴിക്കോട് NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഈ സമ്മേളന വേദിയായ ബീച്ചിലേക്ക് പോകുന്ന സമയത്താണ് ഗസ്റ്റ് ഹില്ലിൽ വെച്ച് KST പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. അതായത് 3-ലധികം പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശി. അതിനു മുൻപ് തന്നെ പ്രതിഷേധ സാധ്യതയുണ്ട് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് കൂടുതൽ പോലീസുകാരെ മേഖലയിൽ എല്ലായിടത്തും വിന്യസിച്ചിരുന്നു. KST ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരെ പോലീസ് ആദ്യമേ തന്നെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയ പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനായി റോഡിൽ സംഘടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം KST ജില്ലാ പ്രസിഡന്റ് VC സൂരജ് അടക്കം 3 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കി. അതിനുശേഷം 2 പ്രവർത്തകരെ കൂടി കസ്റ്റഡിയിലെടുത്ത് നീക്കി. പിന്നീട് മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ നിന്നിറങ്ങി വെസ്റ്റ് ഹില്ല് വഴി റോഡിലൂടെ കടന്നു പോകുന്ന സമയത്താണ് പെട്ടെന്ന് മറ്റു പ്രവർത്തകർ കരിങ്കൊടിയുമായി അദ്ദേഹത്തിന് നേരെ ചാടി വീണത്. ഒപ്പം കയ്യിൽ ഈ +1 സീറ്റ് അനുപാതം സംബന്ധിച്ച ഒരു പ്ലക്കാർഡും കൂടി കരുതിയിട്ടുണ്ടായിരുന്നു. ആ പ്രവർത്തകരെയും ഏറെ ബലപ്രയോഗത്തിലൂടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പരിപാടി നടക്കുന്ന കോഴിക്കോട് ബീച്ചിലേക്ക് ഏതായാലും പോയിട്ടുണ്ട്. പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുത്തുക തന്നെയാണ്. മലബാറിലെ +1 സീറ്റ് വിഷയം നിർത്തിക്കൊണ്ട് കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിക്കുക തന്നെയാണ് KSU MSF പ്രവർത്തകർ ചെയ്യുന്നത്. MSF പ്രവർത്തകരും മുഖ്യമന്ത്രി കരിങ്കൊടി വീശുന്നതിന് വേണ്ടി വിക്രം മൈതാനിയുടെ ഭാഗത്ത് സംഘടിച്ച് നിന്നിരുന്നവരെ ഇവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട്. ഏതായാലും മലബാറിലെ സീറ്റ് പ്രതിസന്ധി അത് കൂടുതൽ പ്രതിഷേധത്തിലേക്ക് തന്നെ KSU MSF സംഘടനകൾ കടക്കുകയാണ്. മലബാർ ഈ സീറ്റ് പ്രതിസന്ധി അത്ര ഈ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ തെരഞ്ഞെടുപ്പിന് ശേഷം, വിധിക്ക് ശേഷം ആദ്യമായി മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടാകുന്ന ഒരു വിദ്യാർത്ഥി പ്രതിഷേധം കൂടിയാണ്, കരിങ്കൊടി പ്രതിഷേധമാണ്. അതിലേക്കൊക്കെ പോലീസ് എത്രമാത്രം ജാഗ്രതയോടുകൂടി ഇത് പ്രതീക്ഷിച്ചതാണോ? കൂടുതൽ പോലീസുകാരെയൊക്കെ തന്നെ അതുകൊണ്ട് വിന്യസിച്ചിരുന്നു അല്ലേ? തീർച്ചയായും. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നതിന് ശേഷം മുഖ്യമന്ത്രിക്ക് നേരെ ആദ്യമായി തെരുവിൽ നടക്കുന്ന പ്രതിഷേധമാണ് ഇത്. കരിങ്കൊടി വീശിയുള്ള പ്രതിഷേധമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി വരുന്നു, പ്രതിഷേധ സാധ്യതയുണ്ടത്. പ്രത്യേകിച്ച് മലബാറിലായതുകൊണ്ട് തന്നെ മലബാറിലെ സീറ്റ് പ്രതിസന്ധി അത് സംബന്ധിച്ച വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി വരുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ തെരുവിൽ പ്രതിഷേധം ഉണ്ടാകാനുള്ളൊരു സാധ്യത സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹം കടന്നു പോകുന്ന വഴികളിൽ ജംഗ്ഷനിലൊക്കെ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുകയും ചെയ്തു. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം വിശ്രമിച്ചിരുന്നത്. അതായത് കണ്ണൂരിൽ നിന്ന് നേരെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് വന്നു. അതിനുശേഷമാണ് അവിടെ നിന്ന് NGO യൂണിയന്റെ സമ്മേളന വേദിയായ ബീച്ചിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി വരുന്ന ജംഗ്ഷനിലും ഗസ്റ്റ് ഹിൽ ഭാഗത്തും അതുപോലെ കടന്നു പോകുന്ന വഴിയിൽ പ്രതിഷേധ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രിക്ക് 5 മണിക്കാണ് ബീച്ചിൽ പരിപാടി. അദ്ദേഹത്തിന് 3:30 തന്നെ KSU ജില്ലാ പ്രസിഡന്റ് അടക്കം 3 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും എത്തിയ 2 പ്രവർത്തകരെ കൂടി ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത് നീക്കി. അതിനുശേഷമാണ് കൂടുതൽ പോലീസുകാരുണ്ടായിട്ട് കൂടി 3ഓളം KSU പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ചാടി വീണ കരിങ്കൊടി കാണിക്കുകയും അതുപോലെ കയ്യിൽ കരുതിയിരുന്ന പ്ലക്കാർഡുകൾ, അതായത് +1 സീറ്റ് അനുപാതം
അത് രേഖപ്പെടുത്തിയിരുന്ന പ്ലക്കാർഡ് അദ്ദേഹത്തിന് നേരെ ഉയർത്തിക്കാട്ടുകയും ചെയ്തത്. ഇവരെയും പോലീസ് ഏതായാലും ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത് നീക്കി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പരിപാടി വേദിയിലേക്ക് കടന്നുപോയിട്ടുണ്ട്. കെ വി രാഹുലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ട് KSTMSF പ്രവർത്തകരാണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. ബീച്ചിലെ പരിപാടിക്ക് പോകുമ്പോഴായിരുന്നു കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. KST പ്രവർത്തകരെ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം സംസ്ഥാനത്ത് അലയടിക്കുന്നതിൻ്റെ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇപ്പോൾ കോഴിക്കോട് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയരുന്നത്. രാഹുൽ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. രാഹുൽ, മുഖ്യമന്ത്രിയുടെ പരിപാടി ആരംഭിച്ചിരിക്കുമല്ലോ, ഇനിയും പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത ഉണ്ടോ? പ്രതിഷേധത്തിനുള്ള നിരത്തിൽ ഇനിയും പ്രതിഷേധത്തിനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ഇപ്പോൾ അരങ്ങേറിയതിന്റെ തുടർച്ച മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ വഴിയിൽ എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസും വിലയിരുത്തുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടും ഈ വിധത്തിൽ തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ സുരക്ഷ ഒരുക്കുക, പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് കൂടുതൽ സുരക്ഷ ഒരുക്കുക, പരമാവധി പ്രതിരോധിക്കുന്നതിന് സുരക്ഷ ഒരുക്കുക എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതും. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മലപ്പുറത്തായാലും കോഴിക്കോടായാലും കണ്ണൂരിലൊക്കെ ആയാലും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ +1 സീറ്റ് വിഷയമുയർത്തി ശക്തമായ പ്രതിഷേധം തന്നെയാണ് നടത്തി വരുന്നത്. കലക്ടറേറ്റ് മാർച്ച്, RBD ഓഫീസുകൾ ഉപരോധം, പ്രതിഷേധം, പോലീസുമായുള്ള കയ്യാങ്കളി, പോലീസിന്റെ നടപടിക്രമങ്ങൾ എന്ന വിധത്തിലൊക്കെ ശക്തമായ പ്രതിഷേധമാണ് നടന്നു വരുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്കി മുഖ്യമന്ത്രി എത്തുമ്പോഴും ഒരു പ്രതിഷേധ സാധ്യത പോലീസുകാർ മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ട് കൂടുതൽ സുരക്ഷ ഒരുക്കുകയും ചെയ്തിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ആകെയുള്ള പരിപാടി എന്നത് NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടനമാണ്. അതിന് അദ്ദേഹം കണ്ണൂരിൽ നിന്നാണ് കോഴിക്കോട്ടേക്ക് വന്നത്. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വിശ്രമിച്ചു. അതിനുശേഷം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് റോഡിൽ അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധം അരങ്ങേറിയത്. അതിന് മുൻപേ തന്നെ, നിമിഷങ്ങൾക്ക് മുൻപേ തന്നെ നാടകീയമായ രംഗങ്ങൾ റോഡിൽ അരങ്ങേറിയിരുന്നു. അതായത് മുഖ്യമന്ത്രിയെ കാത്ത് KSUവിന്റെ കൂടുതൽ പ്രവർത്തകർ സംഘടിച്ചു തന്നെ നിന്നിരുന്നു. ആദ്യം KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജ് അടക്കമുള്ള പ്രവർത്തകരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയത്. അതായത് ഇവിടെ DCC ഓഫീസിന് പരിസരത്തായി ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ മുഖ്യമന്ത്രിയെ കാത്തു നിൽക്കുകയായിരുന്നു പ്രതിഷേധിക്കുന്നതിന് വേണ്ടി. അപ്പോൾ പോലീസ് ഇടപെട്ട് ആ പ്രവർത്തകരെ ആദ്യം കസ്റ്റഡിയിലെടുത്ത് നീക്കി. പിന്നീട് ഈ പരിസരത്ത് തന്നെ നിന്ന 2 പ്രവർത്തകരെയും കൂടി കസ്റ്റഡിയിലെടുത്ത് നീക്കി. കൂടുതൽ പ്രവർത്തകരുണ്ട് എന്നൊരു വിവരം പോലീസിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസിന്റെ അംഗബലം കൂടുതലാക്കി അതായത് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗത്ത് പോലീസിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചു. അങ്ങനെ മുഖ്യമന്ത്രി വരുന്ന സമയത്താണ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ചാടി വീഴുകയും കരിങ്കൊടിയും പ്ലക്കാർഡ് ഉയർത്തി കാട്ടുകയും ചെയ്തിട്ടുള്ളത്. ബലപ്രയോഗത്തിലൂടെ പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ് ഉണ്ടായത്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇനിയും മുഖ്യമന്ത്രി രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം MSFന്റെയും KSUവിന്റെയും
നേതൃത്വത്തിലാണ് +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉയർന്നത്.